ഉൽപ്പത്തി പുസ്തകത്തിൽ ധാരാളം അധ്യായങ്ങളിലൂടെ ദൈവം വരച്ചു കാണിച്ച ഒരു കഥാപാത്രമാണ് ജോസഫ്. അപ്പൻ്റെ ഇഷ്ടപുത്രൻ. അപ്പനെ അനുസരിച്ച് ആടുകളെ മേയ്ക്കാൻ പോയ സഹോദരന്മാരെ കണ്ട് വിശേഷം അന്വേഷിച്ച് മടങ്ങി വരുവാൻ പോയ ജോസഫ് ദോഥാനിൽ തൻ്റെ സഹോദരന്മാരെ കണ്ടെത്തി. എന്നാൽ സഹോദരന്മാർ അവനോട് ദേഷ്യമുണ്ടായിരുന്നതുകൊണ്ട് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് അവനെ വലിച്ചു കയറ്റി ഇശ്മായേല്യർക്ക് വിറ്റുകളഞ്ഞു. ഇശ്മായേല്യർ അത് മിസ്രൈമിൽ ഉള്ള പൊത്തിഫോറിന് ജോസഫിനെ വിറ്റുകളഞ്ഞു. 39 അധ്യായം 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ആ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ജോസഫിലൂടെ ചെയ്തെടുക്കാൻ ദൈവം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. എന്നാൽ നമ്മളുടെ ഭാഷയിൽ അത് പറഞ്ഞാൽ ജോസഫിൻ്റെ കഷ്ടകാലം തുടങ്ങി. അപ്പോൾ നമ്മളുടെ കഷ്ടകാലങ്ങളൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഭാഗമാണെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ 5 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, തൻ്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ ജോസഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. ജോസഫ് നിമിത്തം അവൻ ചെന്ന വീട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെ നമുക്കറിയാം കഥ. പൊത്തിഫേറിൻ്റെ ഭാര്യ പറഞ്ഞതും അങ്ങനെ ഒടുവിൽ ജോസഫ് കാരാഗ്രഹത്തിൽ വന്നതും നമുക്കറിയാം. അങ്ങനെ കാരാഗ്രഹത്തിൽ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. യഹോവ അവനോട് കൂടെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ വെച്ച് രാജാവിൻ്റെ 2 ഉദ്യോഗസ്ഥർ ശിക്ഷയ്ക്ക് വേണ്ടി കാരാഗ്രഹത്തിൽ വരികയും അവരെ 2 പേരും സ്വപ്നം കാണുകയും 2 പേരുടെയും സ്വപ്നത്തിന്റെ അർത്ഥം ജോസഫ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പാനപാത്രവാഹകൻ തിരിച്ച് രാജാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ജോലിയിൽ പ്രവേശിച്ചു. ജോസഫ് പറയുന്നു, നീ രാജാവിനോട് എൻ്റെ കാര്യമൊന്ന് പറയണം, എന്നെ ഇവിടുന്ന് വിടുവിക്കാൻ നീ പറയണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു പോയെങ്കിലും അവനത് മറന്നുപോയി. ദൈവം ജോസഫിനോടുകൂടെ ഇല്ലേ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലാണ് സംഭവങ്ങൾ പോയത്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് രാജാവിൻ്റെ സ്വപ്നം വിവരിക്കാൻ ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവിടുന്നാണ് ജോസഫിൻ്റെ അനുഗ്രഹം നമ്മൾ പറയുമ്പോൾ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം അവിടെ നിവർത്തിച്ചു. ജോസഫ് ഈജിപ്തിൽ രാജാവിൻ്റെ അടുത്തയാളായി, 2ാമനായി രാജ്യത്ത് വാണു. വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ക്ഷാമകാലത്ത് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ജോലി ജോസഫ് ഏറ്റെടുത്തു. അതെല്ലാം ചെയ്തു. എല്ലാത്തിൻ്റെയും അവസാനമായി ജോസഫിൻ്റെ കുടുംബം ഈജിപ്തിൽ വന്ന് പാർക്കുവാൻ ഇടയായി. ഇത് അബ്രഹാമിനോട് ദൈവം ചെയ്ത നിയമത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ഇങ്ങനെ സംഭവിക്കാൻ ജോസഫ് കടന്നുപോയ കഷ്ടങ്ങളെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ മനുഷ്യഭാഷയിൽ കഷ്ടകാലമെന്നും ദൈവത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമെന്നും നമുക്ക് പറയാം. അതാണ് ശുഭഭാവി എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്.